ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഞങ്ങൾ ട്രിപ്പ് പോവുകയാണ്. അപ്പോൾ അതാ രാവിലെ 4:15 ആയുള്ളൂ. 7:15 ഞങ്ങൾക്ക് ഫ്ലൈറ്റ് വരുന്നത് കരിപ്പൂരിൽ നിന്നാണ്. സോ ഒരു 6:15 ആകുമ്പോഴേക്കും അവിടെ എത്തണം. അമ്മ റെഡിയാവാൻ പോയേക്കുവാണ്. ഞാൻ ഇപ്പോൾ ഏറെക്കുറെ റെഡിയായി. ഇനി ഞങ്ങൾ എന്തൊക്കെ പാക്ക് ചെയ്ത് കാണിച്ചു തരാം. ഞങ്ങൾക്കിപ്പോൾ 2 പെട്ടിയുള്ള, പിന്നെ ഒരു ബാക്ക് പാക്കും, പിന്നെ ഒന്ന് അമ്മൂൻ്റെ ബാക്ക് പാക്കും. അപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ, ഞങ്ങൾ സ്പിറ്റി വാലി പോവുകയാണ്. ഹിമാചൽ പ്രദേശിലാണ്. ഹിമാലയത്തിൻ്റെ അടിവാരത്തുള്ള സ്ഥലമാണ് ഈ സ്പിറ്റി വാലി പറയുന്നത്. പാക്കേജ് എടുത്തിട്ടാണ് പോകുന്നത്. ഡൽഹിയിൽ നമ്മൾ എത്തുക, പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഒരു പ്രൈവറ്റ് പാക്കേജ് പോലെ അവർ നമ്മളെ കൊണ്ടുപോകും. ഒപ്പം ആരൊക്കെ ഉള്ളതെന്നൊക്കെ നമുക്ക് വഴികെ കാണാം. പിന്നെ ഈ വീഡിയോയുടെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ, ഇന്ന് അമ്മുവിൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റാണ് കേട്ടോ. അമ്മു ആദ്യമായിട്ടാണ് ഫ്ലൈറ്റ് കയറുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട് ആൾക്ക്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആവും ഇന്നത്തെ വീഡിയോയിൽ. ഞങ്ങൾ ഇറങ്ങാൻ പോയി. നേരെ 4:45. ഇപ്പോൾ ഇവിടുന്ന് ഒരു 1 hour ഡ്രൈവ് ഉണ്ട് ഓൾമോസ്റ്റ്. പെട്ടിയൊക്കെ വണ്ടിയിലിട്ട് ഞങ്ങൾ സെറ്റായി ഇറങ്ങാൻ. വെള്ളമൊക്കെ നിറച്ചു കൊടുക്കും. ഞങ്ങൾ 5 മണിക്ക് ഇറങ്ങിയിട്ട് ഇപ്പോൾ 5:45 ആവുന്നതിന് മുന്നേ എയർപോർട്ട് എത്തിയിട്ടുണ്ട്. എൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റാണ്. ഗൈസ്, അപ്പോൾ അച്ഛൻ ഞങ്ങളവിടെ ആക്കിയിട്ട് അങ്ങോട്ട് പോവാട്ടോ. ഗൈസ്, ആദ്യമായിട്ട് എയർപോർട്ടിൻ്റെ ഉള്ളിൽ കയറി. എന്താ ചിരി. ഞങ്ങൾക്ക് ഡൊമസ്റ്റിക് ആണ്. ഞങ്ങളത് അത് കൂടെ അങ്ങോട്ട് നടക്കും. ഞങ്ങൾ ചെക്കിനൊക്കെ ചെയ്തു. ഇതാ ഉള്ളിൽ കയറി. സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞിട്ട് ഇതപ്പോൾ ഉള്ളിൽ കയറി ഇരിക്കുകയാണ്. അമ്മ ടോയ്ലറ്റ് പോയതാണ്. അമ്മ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. ഓരോ കാര്യങ്ങളും കൗതുകത്തോടെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു ചെറിയൊരു ഇതുണ്ട്. അപ്പോൾ പിന്നെ സമയമാവുന്നേ ഉള്ളൂ. 6:55 ബോർഡിങ്ങൊക്കെ തുടങ്ങുന്നുള്ളൂ. അപ്പോൾ അതുവരെ ഇവിടെ ചുമ്മാ അങ്ങനെ ഇരിക്കാൻ പറ്റും. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. തിരക്കൊന്നുമില്ല വലുതായിട്ട്. നല്ല ആരുമില്ല. അവർ പറഞ്ഞ ഫ്ലൈറ്റിൽ ലോഡ് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഞങ്ങളുടെ സീറ്റ് അവർ മാറ്റി പിന്നിലോട്ടാക്കി എന്നൊക്കെയാണ്. അപ്പോൾ ഫ്ലൈറ്റ് മിക്കവാറും കുറേ കാലി സീറ്റ് ഉണ്ടെന്ന് തോന്നുന്നത്. അപ്പം ഇനിയിപ്പോൾ അമ്മ വന്നിട്ട് കാണാം. അമ്മ വാഷ്റൂമിൽ പോയതാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ഫസ്റ്റ് സെക്യൂരിറ്റി ചെക്ക് ആൻഡ് ഓൾ ഇൻ ഫ്ലൈറ്റ്? ഞാൻ സൂപ്പർ എക്സൈറ്റഡ് ആണ് കേട്ടോ. എൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റിൽ പോകാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഉള്ളിൽ കാണുമ്പോൾ എനിക്ക് മെട്രോ സ്റ്റേഷൻ ഓർമ്മ വരുന്നത്. അപ്പോൾ ഗൈസ്, ഞങ്ങളുടെ ബോർഡിങ് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ബോർഡ് ചെയ്യാൻ പോകാം. ഇനി ഫ്ലൈറ്റ് ഒന്ന് കാണാം. ശരി പോ. ഇവിടെ ഞങ്ങൾ കുഞ്ഞ് ഫ്ലൈറ്റാണ്. 2x2 സീറ്റിൻ്റെ. അപ്പോൾ അതേ പുഷ് ബാക്ക് തുടങ്ങി. അപ്പോൾ ഗൈസ്, ഞങ്ങൾ ഫ്ലൈറ്റ് കയറി ഇതാ മോളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മത് അവിടെ ഇരിപ്പുണ്ട്. ആദ്യത്തെ ഫ്ലൈറ്റിൽ ഒരു സുഖമില്ല പറഞ്ഞിട്ടുണ്ട്. ടേക്ക് ഓഫ് കഴിഞ്ഞപ്പോഴേക്കും ഒരു വഴിയായി. ഇപ്പോൾ അവിടെ പടം കണ്ടിരിക്കാം. ഇത് കുഞ്ഞ് ഫ്ലൈറ്റാണേ. ഞങ്ങൾ ചെന്നൈയിൽ ഇറങ്ങിയിട്ടാണ് ഞാൻ അടുത്തേക്ക് കയറാൻ പോകുന്നത്. ഞങ്ങൾക്ക് ലാസ്റ്റ് സീറ്റാണ് കിട്ടിയത്. ഞങ്ങൾ 5th സീറ്റായിരുന്നു. അവരെന്തോ ലോഡ് പ്രോബ്ലം പറഞ്ഞിട്ട് ഞങ്ങളെ ലാസ്റ്റ് സീറ്റിലോട്ട് തട്ടി. പിന്നെന്താ, കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പടം കണ്ടുകൊണ്ടിരിക്കുക. ഒരു സുഖമില്ല പറഞ്ഞിട്ടില്ല. അപ്പോൾ ഗൈസ്, ഞങ്ങളിവിടെ ചെന്നൈയിലെത്തി. ചെന്നൈയിൽ ഞങ്ങൾക്കൊരു 1.5 മണിക്കൂർ ലേ ഓവർ ഉണ്ട്.
ഇനി അവിടുത്തെ പോയിട്ട് വല്ല ഫുഡും കഴിക്കണം. ഞങ്ങളിത് അവിടെ ഇറങ്ങി നടന്നുകൊണ്ടിരിക്കുക. ലോഞ്ച് വല്ലതും കിട്ടുമോ നോക്കട്ടെ. എന്തൊക്കെയോ കൺസ്ട്രക്ഷൻ വർക്കൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങളിങ്ങനെ അറ്റത്തിറങ്ങി ഞങ്ങോട്ട് നടക്കാണ്ട് കുറേ. ട്രാൻസ്ഫറാണ് താഴ്ത്തോട്ടം. രാവിലെ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല ഗൈസ്. നമ്മളൊരു മൂലയിൽ ഇറങ്ങിയിരിക്കണേ. ഇനി അങ്ങോട്ട് കുറച്ച് നടക്കാണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഫ്ലൈറ്റ്? ഐസമിന് ഫ്ലൈറ്റ് ഇഷ്ടപ്പെട്ടില്ല. ട്രെയിൻ അത്ര സുഖം. അത് കുഞ്ഞു ഫ്ലൈറ്റ് ആയിട്ടാ തോന്നുന്നു. ഇനി വലിയ ഫ്ലൈറ്റ് ആയിട്ട് നോക്കട്ടെ. കയറാൻ പോകണേ ഡൊമസ്റ്റിക് ട്രാൻസ്ഫറിൽ കൂടെ. ഇനിയും ബാഗ് ഫുള്ള് കാലിയാക്കണല്ലോ ഗൈസ്. ഇലക്ട്രോണിക്സ് കുറേ കൊണ്ടുപോയി, അതാ പ്രശ്നം. നമ്മളപ്പോൾ ഒരു ലോഞ്ച് കയറിയിട്ട് ഫുഡ് കഴിച്ച് നമ്മളതാ കഴിച്ചുകൊണ്ടിരിക്കണം. ബോർഡിങ് അവറായി. ഇനിയിപ്പോൾ അങ്ങോട്ട് പോട്ടെ. നമ്മുടെ ഫ്ലൈറ്റൊക്കെ അവിടെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ വന്നില്ലേ പോയി. ഈ ട്രാവൽ ക്ലബ് ലോഞ്ചിലോട്ടോ കയറിയേ. ഇനിയിപ്പോൾ അവിടെ നിന്ന് പുറത്തിറങ്ങി നേരെ ഇപ്പോൾ 10 മണി കഴിഞ്ഞു. ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞ് ഞാൻ നടക്കുക. ഞങ്ങളുടെ ബോർഡിങ് തുടങ്ങിയെന്നാണ് കാണിക്കണേ. ഗേറ്റ് നമ്പർ 11 13ആയി. അറ്റത്തുള്ള ഫുള്ളാ ഫ്ലൈറ്റ്. തിരക്കുണ്ട്, ഡൽഹിക്കല്ലേ. ഈ ഫ്ലൈറ്റ് നല്ല റഷ് ഫ്ലൈറ്റ് ആവുന്നുണ്ട്. നല്ല തിരക്കുണ്ട്. ബസ് കയറി പോകണം നമുക്ക്. എക്സ്പീരിയൻസ്ഡായി. അമ്മുവിൻ്റെ 2ാമത്തെ ഫ്ലൈറ്റ് കയറാൻ പോവാണ്. ഇപ്പൊ പ്രൊവായി. ഒരു പ്രാവശ്യം കയറിയപ്പോ തന്നെ പ്രൊവായി എന്നാ പറയുന്നത്. അമ്മൂടെ വീണ്ടും ഫ്ലൈറ്റ് കയറാൻ പോകുന്നത്. ഞങ്ങൾ 2ാമത്തെ ഫ്ലൈറ്റ് നേരെ ഡൽഹി. ഞങ്ങൾ ഡൽഹിയിലെത്തിയ ധാന്യ എക്സിറ്റ് പുറത്തേക്ക് ഇറങ്ങാൻ പോവാം. അവസാനം ഇറങ്ങി. ഫ്രണ്ടിൽ കൂടെ ഇറങ്ങാൻ പറഞ്ഞു. ഫ്രണ്ടിൽ കൂടെ ഇറങ്ങി. രാവിലെ കയറിയതാ. ഇപ്പോഴാണ് ഡൽഹിയിലെത്തി. ഉച്ച 1 മണിയായി. 1 മണി കഴിഞ്ഞു. നമ്മൾ ടെർമിനൽ 2 വന്നേ. ഇനി ഇവിടുന്ന് ഒരു ക്യാബ് എടുത്തിട്ട് ഞങ്ങൾ ബുക്ക് ചെയ്ത ഹോട്ടലിലേക്ക് വേണം. ഈ രാത്രി ബസ്. അപ്പൊ പിന്നെ ഒരു ഹോട്ടൽ എടുത്തു കഴിഞ്ഞാൽ അങ്ങോട്ട് പോവാം. എന്താണത് ഇങ്ങനെ? അവിടെ വലിയൊരു എയർ ഇന്ത്യ ഫ്ലൈറ്റ് ഉണ്ട്. ഡൽഹിയിലെത്തി ഗൈസ്. ഇപ്പോ ബാഗേജ് കളക്ട് ചെയ്യാൻ വേണ്ടി നടക്കുവാണ്. 8 വർഷത്തിന് ശേഷം ഡൽഹിയിലെത്തിന്. ഞാൻ അവസാനം വന്നത് എപ്പോഴാ? ഞാൻ കശ്മീർ പോയപ്പോൾ 2020 2021 വന്നിട്ടുണ്ട്. ഞങ്ങൾ ബാഗൊക്കെ കളക്ട് ചെയ്തതേ പുറത്തോട്ട് പോവാം. ഇവിടുന്ന് ഒരു ക്യാബും വിളിച്ച് റൂമിലേക്ക് വേണം. ഞങ്ങൾ റൂം എടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് 10 മണിക്കാണ് ഷിംലയിലേക്കുള്ള ബസ്. സോ അത്ര നേരം ഡൽഹി ഇറങ്ങാം. അപ്പോൾ ബാഗൊക്കെ വെക്കാൻ വേണ്ടിയിട്ടൊന്ന് ഫ്രഷ് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും ഞങ്ങളിവിടെ കശ്മീരി ഗേറ്റിൻ്റെ അവിടെ ഒരു റൂം എടുത്തു. അതിൻ്റെ അടുത്ത് തന്നെ ബസ്. ഞങ്ങൾ ക്യാബിൽ കയറി ഇനി നേരെ അങ്ങോട്ട് പോവാം. ഞാൻ അവിടെ എത്തിയിട്ട് കാണാം. കുറച്ച് ഡൽഹി കാഴ്ചകൾ കാണിച്ചു കേട്ടോ. അപ്പോൾ ഗൈസ് ഞങ്ങളിതാ റൂമിലെത്തിയ നല്ല ഹെറിറ്റേജ് റൂമാണ് ഞങ്ങൾ എടുത്ത്. കുറച്ച് സമയത്താണെങ്കിലും ഒരു ഹെറിറ്റേജ് റൂമാണ്. കോസി റൂം, കഞ്ചര റൂം, വെറൈറ്റി റൂമാണ്. ഇതുണ്ടോ?
മോള് ഭാഗം കണ്ടോ, ഫാനൊക്കെ ഒരു വിൻറ്റേജ് ടച്ച്. പിന്നെ അതെ ഇവിടെ ഒരു ഡമ്മി ഫയർ പ്ലേസ് ഉണ്ട്. പിന്നെ ഒരു ടി വി, ഓതൻറ്റിക് ചെയർ, രാജകീയം. കുറച്ച് മോഡേൺ ആയിട്ടുള്ള കണ്ണാടി കേട്ടോ. നൈസായിരുന്നു. കഴിക്കാൻ വേണ്ടി നോക്കട്ടെ. ഫുഡ് കഴിക്കാൻ വേണ്ടി മേടിച്ച റൂമിൽ തന്നെ ഓർഡർ ചെയ്തു. ആദ്യം സൊമാറ്റോ ഓർഡർ ചെയ്യാൻ വിചാരിച്ചു, പിന്നെ ടൈം എടുക്കും വിചാരിച്ചിട്ട് റൂമിൽ തന്നെ ഓർഡർ ചെയ്തു. നമ്മൾ ചൗമീൻ ഓർഡർ ചെയ്തു, പക്ഷേ ഇല്ലേ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു. അപ്പോൾ പിന്നെ ഒരു മാർവാടി താലി ഓർഡർ ചെയ്തു, പിന്നെ ഒരു രാജ്മയും തന്തൂർ റൊട്ടിയും വരണം. ഇതാ ഇത് രാജ്മ കറി, തന്തൂർ റൊട്ടി. എങ്ങനെയുണ്ട് കഴിച്ചിട്ട് നോക്കാം. കഷ്ണം കഴിച്ചു നോക്കട്ടെ. കുഴപ്പമില്ല, ഉപ്പ് കുറച്ച് കൂടുതലാവുന്നു. ചോറിൻ്റെ ഒപ്പം നന്നാവുക. എങ്ങനെയുണ്ട്? വിശന്നിരിക്കുകയാണ് കേസ്, അതുകൊണ്ട് ഭയങ്കര. ഇപ്പോൾ കഴിച്ചിട്ട് കാണാം. ഇനിയിപ്പോൾ താലിയും കൂടി വരും. കഴിച്ച് കഴിഞ്ഞിട്ട് എന്നിട്ട് അമ്മുവിൻ്റെ ഫ്ലൈറ്റിൻ്റെ വിശേഷങ്ങൾ ചോദിക്കാം നമുക്ക്. അപ്പോൾ മറ്റത് കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും മാർവാടി താലി വന്നു. റൈസ് ഉണ്ട്, കുറേ കറികളുണ്ട്, പിന്നെ റൊട്ടി ഉണ്ട്. ഇത് സ്വീറ്റ് കേട്ടോ, ആകെ ഇത് മനസ്സിലായിട്ട്. ദാലുണ്ട്, ദാല്. അപ്പം ഇതെന്താ പനീറിൻ്റെ എന്തോ ആ ചേച്ചി ഉണ്ടാക്കിയതാ. അത് നമ്മൾ പൂനെ പോയപ്പോൾ കഴിച്ചൊരു സാധനം കഴിച്ചത്. അപ്പോൾ അതൊക്കെ കഴിക്കട്ടെ, വിശക്കുണ്ട്. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ച് നല്ല സുഖമായിട്ട് ഉറങ്ങി ഞങ്ങൾ. ഉറക്കമെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു എത്ര സമയം, 8 മണിയോ? അയ്യോ 8 മണിയായി. ഞങ്ങളൊരു 7 മണി വരെ ഉറങ്ങിയിട്ടുണ്ട്. നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങി. പുറത്ത് എന്താന്ന് പോലും അറിയണില്ല. ഇവിടെ ഫുൾ പൊടിയാണല്ലോ ഡൽഹി ആയതുകൊണ്ട്. പുറത്ത് ഇറങ്ങണം എന്നൊക്കെ വിചാരിച്ചു. ഇന്ന് മറ്റേ അക്ഷരധാമിൽ പോകാമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു. പിന്നെ മടി പിടിച്ച് ഇവിടെ തന്നെ കിടന്നു. ഇനിയിപ്പോൾ രാത്രി നമ്മൾ ബസ് കയറിയിട്ട്, ഇവിടെ കശ്മീരി ഗേറ്റിൻ്റെ ഇവിടെയാണല്ലോ റൂം എടുത്ത് തന്നെ, അവിടുന്ന് നമ്മൾ ബസ് കയറി ഷിംലയിലോട്ട് പോവുകയാണ്. നാളെ മോർണിംഗ് അവിടെ എത്തും. അങ്ങനെ റൂമൊക്കെ നല്ല കോസി റൂമാണ് കേട്ടോ. പിന്നെ എന്താ, ഫുഡും അടിപൊളിയായിരുന്നു ഇവിടുത്തെ. എൻ്റെ ഫ്ലൈറ്റിൻ്റെ എക്സ്പീരിയൻസ് പറയാനല്ലേ, എൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റായിരുന്നു. ഞാൻ ഭയങ്കര ത്രിൽഡായിരുന്നു. പക്ഷേ എന്തുകൊണ്ടാണെന്നറിയില്ല, ഫ്ലൈറ്റ് ചെറിയ ഫ്ലൈറ്റായിരുന്നു. അതിൽ നമുക്ക് ഫസ്റ്റ് കയറിയ ഫ്ലൈറ്റ് ചെറുതായിരുന്നു. അതിൽ ലാസ്റ്റ് റോയിലാണ് സീറ്റും ഉണ്ടായിരുന്നത്. എന്തുകൊണ്ടാണെന്നറിയില്ല, എനിക്ക് പിന്നെ ടേക്ക് ഓഫിൻ്റെ സമയത്തും പിന്നെ ലാൻഡിങ്ങിൻ്റെ സമയത്തൊക്കെ ഭയങ്കര സുഖം ഉണ്ടായിരുന്നില്ല. മൊത്തത്തിൽ ഭയങ്കര റഫ് ഇതേപോലെ ഉണ്ടായിരുന്നത്. ഒരു സുഖമില്ലാത്ത പോലെയായിരുന്നു. തലയൊക്കെ അങ്ങോട്ട് വേദനിക്കാൻ തുടങ്ങി. ഇനി ആദ്യമായിട്ട് ആവുകൊണ്ടാണോ അറിയില്ല, അത് ഫ്ലൈറ്റിൻ്റെ കുഴപ്പം കൊണ്ടാണോ അറിയില്ല. രണ്ടാമത്തേത് ഭയങ്കര സ്മൂത്തായിരുന്നു, നല്ല ഫ്ലൈറ്റായിരുന്നു. അതെനിക്ക് കയറിയതും പോയതും ഇറങ്ങിയതൊന്നും അറിഞ്ഞില്ല. അപ്പോൾ A321E അതാണ് രണ്ടാമത്തെ ഫ്ലൈറ്റ്. അപ്പോൾ അതായിരുന്നു ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് പറയാൻ. പിന്നെ എയർപോർട്ടിൻ്റെ ഉള്ളം ഭയങ്കര രസമായിരുന്നു കാണാനൊക്കെ. പിന്നെന്താ, അങ്ങനെയായിരുന്നു എൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് എക്സ്പീരിയൻസ്. അപ്പോൾ ക്യാമറയും ഫോണൊക്കെ ചാർജ് ചെയ്ത് വെച്ചു. ഇനിയിപ്പോൾ ഓവർ നൈറ്റ് ജേർണി ആണല്ലോ ഷിംലയിലേക്ക്. നാളെ രാവിലെ 6-7 മണിയാകുമ്പോഴേക്ക് എത്തുക.